ഹല്ലേലൂയ. ക്രിസ്തുനാഥനായ യേശുക്രിസ്തു നാമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദിവ്യ സുവിശേഷവുമായി, രക്ഷാകര സുവിശേഷവുമായി നിങ്ങളുടെ സന്നദ്ധയിലേക്ക് കടന്നു വരുവാൻ കർത്താവായ യേശുക്രിസ്തു എനിക്ക് ചെയ്തു തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്നൊരു ഭാഗ്യമാണ്. എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഓരോ നിമിഷവും ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ഇത് നാം ചിന്തിക്കാറുണ്ടോ? നാം ഇങ്ങനെ വലിയ ആരോഗ്യത്തിൽ നടക്കുമ്പോൾ നമ്മുടെ വിചാരം ലോകം മുഴുവൻ എൻ്റെ ചവിട്ടടിയിലാണ്, ഞാൻ ഉദ്ദേശിക്കാൻ നടത്തും, ഞാനത് കഴിവുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, എന്നെ തൊട്ട് കളിച്ചാൽ നിനക്ക് വിവരാറ്, ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ നാം എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ, അതെ, ഒരേ ഒരു ശ്വാസം. പുറത്തേക്ക് പോയ ശ്വാസം അകത്തേക്ക് കയറ്റാൻ നിന്നെ കൊണ്ട് കഴിയില്ല, നമുക്ക് ആർക്കും കഴിയില്ല. അത് ഒരിക്കൽ പോയാൽ തിരിച്ച് അകത്ത് കയറി വീണ്ടും ദൈവത്തിന്റെ ക്രമമാണ്. ദൈവം അതൊരു ഓട്ടോമാറ്റിക് സെറ്റപ്പായിട്ട് വിചാരിക്കുക. നീ എപ്പോഴെങ്കിലും മനഃപൂർവ്വം ശ്വാസം കഴിക്കണമെന്ന് വിചാരിച്ച് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ കഴിക്കുന്നത് വലിക്കാറാവുമ്പോഴാണ് ഈ വലിച്ചു കിടക്കാന്ന് പറയും, ഇങ്ങനെ വലിച്ചു കയറ്റും. അത് നിന്റെ മരണം എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നീ ഭയങ്കരമായ രോഗത്തിലേക്ക് ചെല്ലുന്ന സമയത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഓരോ നിമിഷവും ദൈവം തരുന്ന, നമുക്ക് തരുന്ന ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇറ്റ്സ് എ ഫേവർ ഓഫ് ദ ഗാഡ്. ആ ഒരു ചിന്ത നമുക്ക് വേണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം, കൃതാർത്ഥതയുള്ളവരായിരിക്കണം. There should be gratitude for everything you received in your life. നമ്മുടെ ഈവൻ ലൈഫ്, അവർ ലൈഫ് ഇറ്റ്സെൽഫ്, എന്റെ ജീവിതം തന്നെ ഒരു നന്മയാണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? സ്വന്തം ജീവിതത്തെ അങ്ങനെ ശപിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ ഈ ഭൂമിക്ക് ഭാരമാണല്ലോ, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമാണല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഭാരമാണ്, അല്ലെങ്കിൽ ഈ ഭാര്യ ഭർത്താവിനൊരു ഭാരമാണ്, മക്കൾ ഒരു ശാപമാണ്, എന്തിനീ മക്കൾ ഉണ്ടായി എന്ന് വാർദ്ധക്യത്തിൽ ചോദിക്കുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്കിന്ന് കാണാം. ആ മക്കളോടായിട്ടാണ് എൻ്റെ ഈ മെസ്സേജ്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടവരാണ് അവർ. നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ ത്യാഗം സഹിച്ചാണ്. നിങ്ങൾക്ക് മക്കളുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രാത്രികൾ ഉറങ്ങാതെ കിടന്നു, എത്ര രോഗവുമായി നിങ്ങളെ വലിച്ചുകൊണ്ട് പോയി, ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ആദി പിടിച്ച് ദൈവം എൻ്റെ കൊച്ചിന് എന്ത് പറ്റിയാവോ, ഞാൻ എന്ത് മരുന്ന് കൊടുക്കാവോ, ഇങ്ങനെയൊക്കെ ആദി പിടിച്ച് ടെൻഷൻ അടിച്ച് ഇവനെന്ത് പഠിപ്പിക്കും. ആദ്യമായി നിങ്ങൾ നടക്കാൻ തുടങ്ങുന്നു, ആദ്യമായി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ, ഒരു സ്കൂളിൽ പോയി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അങ്ങനെ എത്രയോ സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങളുടെ മാതാപിതാക്കൾ കടന്നുപോയി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രായമായി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിക്കുന്നവരാ? നോ. ഇതുപോലെ തന്നെയാണ് നാം നമ്മുടെ ദൈവത്തോട്, നമ്മൾ മനുഷ്യരായ നാം നമ്മുടെ മാതാപിതാക്കളോട് ഇതുപോലെ നന്ദിയുള്ളവരായിരിക്കണമെങ്കിൽ പിതാവാം ദൈവത്തോട് നാം എത്രമാത്രം നമുക്ക് വേണ്ട എല്ലാ സൗകര്യം, എന്തിന് ഈ ഭൂമി തന്നെ മനുഷ്യന് ജീവിക്കാൻ വേണ്ട സർവ്വതും ശരിയാക്കി വെച്ചിട്ടാണ് ദൈവം മനുഷ്യനെ എന്നോട് നിർമ്മിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത്. അപ്പൊ ആ ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ എപ്പിസോഡിലും അല്ലെങ്കിൽ ഓരോ തവണ വരുമ്പോഴും പറയുന്നത്, ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒന്ന്, നാം ജീവിച്ചിരിക്കുന്നതാണ്. രണ്ട്, ദൈവത്തിന്റെ സുവിശേഷം ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയുക. എന്തോ ഒരു സന്തോഷമുള്ള കാര്യമാണത്. സൃഷ്ടാവായ ദൈവത്തിന്റെ കൽപ്പനയാണത്. നാം പല പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോകുമ്പോൾ അവസാനമായി തന്റെ മക്കളോട് പറഞ്ഞ കൽപ്പനയാണത്. അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നാം ഓരോ ദിവസത്തെ ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോട് നാം നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തന്നെ നാം ജീവിതത്തിന്റെ 50% കാര്യങ്ങൾ നടത്തും. അപ്പൊ നാം നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായി. കാരണം ദൈവം തന്ന 10 കൽപ്പനകളിൽ പ്രതിഫലത്തോട് കൂടിയ ഏക കൽപ്പന ഒരെണ്ണേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്ത് തരും എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാൻ ഒഴി അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് കൽപ്പന തന്നിട്ട് നീ അങ്ങനെ ചെയ്താൽ എന്ത് തരും എന്ന് അതിനകത്തില്ല. ഓഫ് കോഴ്സ് നമുക്ക് നിത്യജീവൻ കിട്ടും, നമുക്ക് കൂടെയൊക്കെ ഇതൊക്കെ അതിനകത്ത്, പക്ഷേ ഇറ്റ് ഈസ് ഇംപ്ലൈഡ്, നോട്ട് എക്സ്പ്ലൈഡ്, ഐ മീൻ എക്സ്പ്ലിസിറ്റ്. അപ്പൊ അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നിനക്ക് നന്മ വരുവാനും നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പൊ കണ്ടീഷണലാണ്. നിനക്ക് നന്മ വേണോ, നിനക്ക് ദീർഘായുസ് വേണോ, നിനക്ക് നല്ലത് സംഭവിക്കണോ, മാതാപിതാക്കളെ ബഹുമാനിക്കുക. തിരിച്ചും
മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നൊരു കൽപ്പനയാണത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് എത്രമാത്രം നന്ദിയുള്ളവരായിരുന്നു. നമുക്ക് നമ്മുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അതിരാവിലെ തിരുസന്നതിയിൽ നിന്നുള്ള പാട്ടും പാടി, അല്ലെങ്കിൽ നമുക്ക് നിന്റെ സന്നദ്ധിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഒരു സൂര്യോദയം കൂടെ കാണുവാൻ ഭാഗ്യം തന്നല്ലോ എന്ന് നന്ദിയുള്ളവരായിരിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ മെസ്സേജിലേക്ക് കടക്കാം. മെസ്സേജിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാർത്ഥനാ വിഷയം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് തുടങ്ങാം. കാരണം മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കാറില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ബൈബിളിൽ ഉടനീളം നോക്കിയാൽ ദൈവത്തിന്റെ ആ നീതിന്യായ വ്യവസ്ഥ ഇതിൽ അതുണ്ട്. ഗ്യാപ്പ്, അതായത് ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിന്യായ. കോടതിയിൽ നമുക്കറിയാലോ, ജഡ്ജി ഒരു സ്ഥലത്തിരിക്കുന്നു, പ്രതി വേറെ സ്ഥലത്ത് നിൽക്കുന്നു, വാദി വേണമെങ്കിൽ അപ്പുറത്തുണ്ടാവാം. പക്ഷെ അവിടെ എന്താണ്, ഇവർക്ക് രണ്ടിനിടയിലായിട്ടൊരു വക്കീലുണ്ട്. ഹല്ലേലൂയ. വക്കീലാണ് പ്രതിക്ക് വേണ്ടി വാദപ്രതിവാദം നടത്തുന്നയാൾ. പ്രതിയെ രക്ഷിക്കാൻ വേണ്ട, അല്ലെങ്കിൽ കുറ്റാരോപിതനെ രക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ കൂടിയാണ്. നമുക്കറിയാം, മോശ എത്ര തവണ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നു എന്നുള്ളത്. അബ്രഹാം ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്ന കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പിതാവേ, ദൈവമേ, എന്റെ സഹോദരനെയും കുടുംബത്തെയും നീ നശിപ്പിക്കല്ലേ. ആ മൊത്തം സ്വദോം ഗൊമോറ നഗരങ്ങളിൽ ഒരു 50 വിശ്വാസിയെ, 50 പേര് ദൈവത്തെ ഭയപ്പെടുന്നവരെ കണ്ടാൽ നീ അവരെ നശിപ്പിക്കുമോ ദൈവമേ എന്ന് അബ്രഹാം ചോദിച്ചു. അതിനുശേഷം ദൈവം അത് 45 40 30 20 അങ്ങനെ 10 പേരിൽ എത്തുന്നവരെ അബ്രഹാം ഇടിവിൽ നിന്നു. അതെ, ആ ഇടിവിൽ നിൽക്കുന്ന സ്വഭാവം. 10 പേരുണ്ടായിരുന്നെങ്കിൽ സ്വദോം ഗൊമോറ ഇന്ന് നാം കാണുന്ന അവസ്ഥയിലായിരിക്കില്ലായിരുന്നു. ഇന്നും ചാവുകടലിന്റെ അവസ്ഥ നമുക്കറിയാം. അതിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റും. ഉപ്പ് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന, സൾഫറും ഉപ്പും വീണ് കിടക്കുന്ന അത് ആ സ്വതം ചാവുകടൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ശപിക്കപ്പെട്ട ഒരു സ്ഥലം നമ്മുടെ കൺമുന്നിൽ ഇന്നും ദൈവം സാക്ഷ്യത്തിനായി വെച്ചിരിക്കുക. സൊദോമിന്റെ പാപം എന്തായിരുന്നു നമുക്കറിയാം. സൊദോം എന്ന് തന്നെയാണ് അതിന്റെ, സൊഡോമി എന്ന് തന്നെയാണ് ആ പാപത്തിന്റെ പേര് തന്നെ. നിങ്ങളുടെ നഗരത്തിന് ആ പേരുകൾ വീണത് പോലും. ആ നഗരങ്ങളിൽ നമുക്കുള്ള ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിൻ്റെതായ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൂടുതലായതാണ് അവർക്ക് പറ്റിയത്. അതുകൊണ്ട് അത് നമുക്ക് ദൃഷ്ടാന്തമായി ദൈവം വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കം ടു ദ ബാക്ക്. അപ്പൊ നമുക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കാം. ഹല്ലേലൂയ. നമുക്ക് കഴിഞ്ഞ ആഴ്ച പീഡിപ്പിക്കപ്പെടുന്ന സുവിശേഷകരെ കുറിച്ച്, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് അവർക്ക് വേണ്ടിയാണ് നാം ഇടിവിൽ നിന്നത്. ഹല്ലേലൂയ. ഇന്ന് നാം നിൽക്കാൻ പോകുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയാണ്, സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. കാരണം ബൈബിളിൽ നമ്മളോട് പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയും, നമ്മുടെ സകല ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. നാം ഏത് രാജ്യത്തായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും, ഏത് സംസ്ഥാനത്തായിരുന്നാലും നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി, നമ്മുടെ ബ്ലോക്കിന് വേണ്ടി, നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി, എന്നിട്ട് നമ്മുടെ വാർഡിന് വേണ്ടി വരെ പ്രാർത്ഥിക്കാൻ നാം ബാധ്യസ്ഥമാണ്. കാരണം അത് ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നാം നമുക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്തിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാം നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ വരുന്ന നിമിഷം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സന്നദ്ധിയിലേക്ക് തടിയാൽ കടന്നു വന്നിരിക്കുന്നു. അപ്പ കർത്താവ്, ഞങ്ങളുടെ രാജ്യത്തിന്റെ വളരെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷം നിലനിൽക്കുന്നു. ഓരോരുത്തരും പരസ്പരം ആരോപണങ്ങൾ വാരിക്കോരി എറിയുകയും പരസ്പരം കുറ്റം പറയുകയും ചെയ്യുന്ന, കുറ്റം പറയുന്ന ആത്മാവ് തന്നെ പൈശാചികമാണ്. കർത്താവെ, ഈ കർത്താവെ നീ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരെ മുഴുവൻ സമർപ്പിക്കുന്നു. അപ്പം ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ക്യാബിനറ്റിനെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ നീതിന്യായ വ്യവസ്ഥകളെ ഞങ്ങൾ നിന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. അപ്പം ഞങ്ങളുടെ ലോ ആൻഡ് ഓർഡർ മിഷനെ ഞങ്ങൾ ദൈവത്തെ സമർപ്പിക്കുന്നു. അപ്പം ഞങ്ങളുടെ സംസ്ഥാനത്തെ സമർപ്പിക്കുന്നു, നിയമനിർമ്മാണ സഭകളെ മുഴുവൻ സമർപ്പിക്കുന്നു. അപ്പം ഹല്ലേലൂയ. കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രസ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പത്രധർമ്മ സ്ഥാപനങ്ങൾ അവിടെ ധർമ്മം നിറവേറ്റട്ടെ, അവർ ഇമ്പാർഷ്യലാവട്ടെ. ഹല്ലേലൂയ. കർത്താവെ, എല്ലാ അധികാരവും യഹോവയാൽ നൽകപ്പെട്ടത്. അതുകൊണ്ട് കർത്താവെ, ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൊരുതുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സുള്ളവരായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ പരിവർത്തിക്കട്ടെ. അപ്പ ഹല്ലേലൂയ. കർത്താവെ, പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് ഇക്കാണുന്നത്ര മനോഹരമായ ഒരു ഭൂമിയാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിഞ്ഞുവെങ്കിൽ ഈ മനുഷ്യരുടെയൊക്കെ ദുഷ്ടത നിറഞ്ഞ, അല്ലെങ്കിൽ പൈശാചികത്വം നിറഞ്ഞ, അല്ലെങ്കിൽ വേണ്ട പിശാചിന്റെ കളിത്തൊട്ടിലാക്കി മാറിയിരിക്കുന്ന ഈ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്ന് കർത്താവ്യാവുന്നത് പാഴ് ശൂന്യമായി കിടക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സകല ദുർഗുണങ്ങളുടെയും നിറവിടമായിരിക്കുന്ന ഈ മനസ്സുകളെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് കർത്താവ് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കണമേ. അപ്പ കർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ രാജ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാം തിരുസന്നിധിയിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ പഠനം തുടരാം. നാം യാക്കോബ് തന്നെ 12 മക്കളെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഇപ്പൊ രൂബേനെ കണ്ടു, ശിമിയോനെ കണ്ടു, ലേവിയെ കണ്ടു. ഓർക്കുക, ശാപം മാറാൻ ലേവി ചെയ്ത് എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. കാൽവരി ക്രൂശിൽ, അതെ, മരത്തിൽ തൂങ്ങപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഇത് ദൈവവചനമാണ്. എനിക്ക് വേണ്ടി കർത്താവ് തൂങ്ങപ്പെട്ടപ്പോൾ, മരത്തിൽ 3 ആണികളിൽ തൂങ്ങിയപ്പോൾ, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ മരത്തിൽ 3 ആണിൽ തൂങ്ങപ്പെട്ടപ്പോൾ അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. എന്റെ ശാപം കർത്താവ് ഏറ്റുവാങ്ങി. എനിക്കിനി ശാപമില്ല. ആ കാൽവരി ക്രൂശിലേക്ക് കടന്നു വന്ന് അവന്റെ സന്നദ്ധയിൽ മുട്ടുകുത്തി ആ രക്തത്തിൽ ജയമെടുക്കുന്ന ഏതൊരുവിന്റെയും ശാപം കർത്താവ് യേശു ക്രിസ്തു വഹിച്ചിരിക്കുന്നതിനാൽ ഇനി നമുക്ക് ശാപമില്ല. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത മകനിലേക്ക് കടക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആ അനുഗ്രഹത്തിനായി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ്, യാചിക്കേണ്ടതാണ്, അപേക്ഷിക്കേണ്ടതാണ്. കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. 49-ന്റെ 8-ാം അധ്യായം. യഹൂദായെ, സഹോദരൻ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും? അവകാശമുള്ളവൻ വരുവോളും ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളിൽ നിന്നും നീങ്ങിപ്പോകില്ല. ജാതികളുടെ അനുസരണം അവനോടാകും. ഹല്ലേലൂയ. ഞാൻ തൽക്കാലം അവിടെ നിർത്തുകയാണ്. നമുക്ക് തീരെ കാണുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും വായിക്കാം. ഹല്ലേലൂയ. 8 മുതൽ 12 വരെ 5 അധ്യായങ്ങളാണ് യൂദായ്ക്ക് കൊടുത്താണെങ്കിൽ 8 മുതൽ 5 വാക്യങ്ങളാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ 1ഉം 2ഉം വാക്യങ്ങൾ തീരുമ്പോൾ 8. ഈ 8 എന്ന് പറയുന്നത് ഏതാണ്ട് 12 അനുഗ്രഹങ്ങളാണ്. യഹൂദ ഗോത്രത്തിന് യാക്കോബിന്റെ മക്കൾ 12 ആണെങ്കിൽ, ഗോത്രങ്ങൾ 12 ആണെങ്കിൽ, 12 ഗോത്രങ്ങൾക്കും കൂടെ കൊടുക്കുന്ന അനുഗ്രഹങ്ങളുടെ ഏതാണ്ട് ഭാഗവും യഹൂദ തന്നെ മേടിക്കുകയാണ്. ഹല്ലേലൂയ. യഹൂദയ്ക്ക് കൊടുക്കുകയാണ്. യഹൂദയ്ക്ക് കിട്ടിയ ആ വരങ്ങൾ നമുക്കൊന്ന് ഓരോന്നായിട്ടൊന്ന് പഠിച്ചു നോക്കാം. ഈ അനുഗ്രഹത്തിനായി നാം വാഞ്ചിക്കണം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കൃപ ആവശ്യമുള്ളവൻ എന്നോട് ചോദിക്കട്ടെ, അവന് കൃപ ലഭിക്കും. ജ്ഞാനം ആവശ്യമുള്ളവൻ യഹോവയോട് ചോദിക്കട്ടെ, യഹോവ അവനെ ജ്ഞാനത്താൽ നിറയ്ക്കും. നിങ്ങൾക്ക് എന്താണ് കുറവ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്, അത് ദൈവത്തോട് ചോദിക്കട്ടെ, അവനോട് അപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ. അവനെ നമുക്ക് തരുന്നവനാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദോഷികളായ നിങ്ങളുടെ മക്കള് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഇല്ല. എങ്കിൽ പിന്നെ സ്വർഗസ്ഥനായ പിതാവായി ഞാൻ ഇത്രയും ദയയും കരുണയും ദീർഘക്ഷമയുള്ള ആ മഹാദൈവം തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ വാക്യം പലപ്പോഴും ആളുകൾ തെറ്റായി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും ഒരു വാക്യം പറയാം. തന്നോട് യാചിക്കുന്നവർക്ക് ഇതെല്ലാം കൊടുക്കുന്നത് എത്ര അധികമായി ലഭിക്കുമെന്നല്ല, എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നാണ്. ആ പരിശുദ്ധാത്മാവിനെ ദൈവം ചോദിക്കുന്നവർ തരുന്ന പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ, പരിശുദ്ധാത്മാവ് തരുന്ന ആനന്ദത്തിൽ, ആ സമാധാനം, സന്തോഷം, നിറവ്, പൂർണ്ണത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മിൽ ആത്മാവ് വരണം. ഹല്ലേലൂയ. നമുക്കറിയുമോ ഈ ലോകത്ത് ആരാണ് ധനവാൻ? പലപ്പോഴും നമ്മൾ കാണുന്ന ധനവാന്മാർ ഒന്നും ധനവാന്മാരല്ല. എന്താണെന്നറിയോ? കാരണം അവര് പിന്നെയും ധനമുണ്ടാക്കാൻ ആർത്തി പിടിച്ച് നടക്കുകയാണ്. 1 കോടി ഉണ്ടെങ്കിൽ എങ്ങനെ 5 കോടിയാക്കാം, 5 ഉണ്ടെങ്കിൽ എങ്ങനെ 10 ആക്കാം, 10നെ 100 ആക്കാം. ഇപ്പൊ നമുക്ക് ലോകത്തിലെ ശതകോടീശ്വരന്മാർ, അങ്ങനെയൊന്നും പറഞ്ഞാൽ അത് തീരത്തില്ല. ബില്യനേഴ്സ് തീരുമെന്ന് എനിക്കറിയില്ല. ട്രില്യൺസ്, ചിലരുടെ നെറ്റ്വർത്ത് ഒക്കെ പറയുന്നത്, നെറ്റ്വർത്ത് പറയുന്നത് എത്രയാണ്? ഇത്ര ട്രില്യൺ, ഇത്ര ബില്യൺ എന്നൊക്കെയാണ്. രാജ്യങ്ങളുടേക്കാൾ കൂടുതൽ സ്വത്താണ് ഇപ്പൊ ചില വ്യക്തികൾക്ക്. ഹല്ലേലൂയ. അപ്പൊ എന്നിട്ടും അവർക്ക് ആർത്തി തീരുന്നില്ല. അവർ ലോക ജനതയെ മുഴുവൻ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോക ജനതയുടെ മുഴുവൻ ജീവിതക്രമങ്ങളെയും അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകാൻ സമയമില്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങൾ ദൈവം നമുക്ക് തന്ന ആഹാരങ്ങളല്ല, ദൈവം മനുഷ്യൻ തരാൻ വേണ്ടി തന്ന ആഹാരങ്ങളല്ല എന്ന് നാം കഴിക്കുന്നത്. GMO എന്ന പേരിൽ നാം കേട്ട് കാണും. ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ട്രേഡ് വാർ നമുക്കറിയാം. അമേരിക്കയിൽ അനസ്യൂതമായി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന GMO പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. അത് പറ്റില്ല എന്ന് ഇന്ത്യ പറയുന്നു. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ അതിലേക്കല്ല കടക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ദേർ. ഞാൻ പറഞ്ഞത്,
ഇവിടെ ഇപ്പോൾ ലോകത്തെ ആളുകൾ ഇവരൊന്നും ധനവാന്മാരായിട്ടില്ല. കാരണം എന്താ പറയുക, ഇവരിപ്പോഴും ധനം ഉണ്ടാക്കാൻ നടക്കുന്നവൻ ദരിദ്രനാണ്. ആരാണ് ധനവാൻ? ഉള്ളതിൽ സംതൃപ്തനായവൻ. ഐ ആം ഹാപ്പി, ഐ ആം സാറ്റിസ്ഫൈഡ്, ഐ ആം കണ്ടന്റഡ്. ഇത് പറയാൻ കഴിയുന്ന മനുഷ്യനാണ് ധനവാൻ. ആക്ച്വലി അവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വർഗത്തിലെ സകല ആത്മീയ നന്മകളാലും നമ്മെ നിറച്ചിരിക്കുന്ന, നമ്മെ നിയന്ത്രിച്ചിരിക്കുന്ന, നമ്മെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന പിതാവാം ദൈവം. ആ സ്വർഗീയ നന്മകളാൽ നിറഞ്ഞ് ഐ ആം കണ്ടന്റഡ്, ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ എനിക്കും നിനക്കും വന്നാൽ മാത്രമേ ഞാനും നീയും രക്ഷയുടെ തുറമുഖത്തെത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ആർത്തി ഭണ്ഡാരങ്ങളായി ഇങ്ങനെ നടന്ന് പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞ് തൂമ്പയുടെ സ്വഭാവമായി നടക്കുന്ന നമുക്ക് ആർക്കും, ആ ഒരു മനുഷ്യനും ഒരുത്തനും ക്രിസ്തുവിലായി എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്തുവിലായവന് ആർത്തിയില്ല, ക്രിസ്തുവിലായവന് ആകുലതയില്ല, ക്രിസ്തുവിലായതിന് ഭയമില്ല. ഹല്ലേലൂയ. ആവർത്തനം 31:8 എന്താ വായിക്കുന്നത്? ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ നിന്നോട് കൂടെ നടക്കുന്നു, നിനക്ക് മുമ്പായി നടക്കുന്നു. എന്നോട് കൂടെയല്ല, നിനക്ക് മുമ്പായി നടക്കും. അതെ, എന്റെ ദൈവം എന്റെ മുമ്പായി നടക്കുന്നുവെങ്കിൽ ഞാൻ പിന്നെ നിന്നെ ഭയപ്പെടണം. അപ്പന്റെ കൈ പിടിച്ച് നടക്കുന്ന ഏതെങ്കിലും കൊച്ചുകുട്ടിക്ക് ഭയമുണ്ടോ? ഇല്ല. അപ്പൻ കയ്യിലെടുത്ത് മുകളിലേക്ക് ആകാശത്തേക്ക് എറിഞ്ഞ കുട്ടി താഴേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ കാര്യം? കുട്ടിക്കറിയാം ഞാൻ താഴെ വീഴില്ലെന്ന്. വേറെ ആരെടുത്ത് നമ്മളെന്ന് എറിഞ്ഞു നോക്കിയേ, പോണ പോക്കി തന്നെ നമ്മൾ അയ്യോ പത്തോന്നു വിളിക്കും. അപ്പൊ അതുകൊണ്ട് അതാണ് ട്രസ്റ്റ്, കോൺഫിഡൻസ്. അപ്പൊ എന്റെ ദൈവം എന്റെ മുമ്പിൽ എന്റെ കൈ പിടിച്ചു പോകുന്നു. യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു. തീർന്നില്ല, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. സംശയമുള്ള ഒരു ആവർത്തനം 31 വായിച്ചു നോക്കണം. അവൻ എന്നോട് കൂടെ ഇരിക്കുന്നു. യെസ്, ഹി ഈസ് സിറ്റിംഗ് വിത്ത് മീ ഓൺ മൈ റൈറ്റ് സൈഡ്, ഓർ ഐ ആം സിറ്റിംഗ് ഓൺ ഹിസ് റൈറ്റ് സൈഡ്. അത് ആ ദൈവം നമ്മുടെ വലതു ഭാഗത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ദൈവം നമ്മൾ പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതിൽ കൂടുതൽ എന്ത് വേണം? സർവം സൃഷ്ടിച്ച ദൈവം നമ്മോട് പറയുകയാണ് നമ്മൾ ഭയപ്പെടേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആരാണ് ധനവാൻ എന്നാണ്. അത് നമ്മുടെ പ്രസംഗ വിഷയമല്ല. നമ്മുടെ യൂദായുടെ അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടക്കാം. യൂദ എത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. യൂദയുടെ അനുഗ്രഹത്തിൽ കിടക്കുമ്പോൾ 12 അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 5 വാക്യങ്ങളിലാണ് മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത്. എന്താണ്? ഒന്ന്, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. ഹല്ലേലൂയ. നമ്മുടെ സഹോദരന്മാർ നമ്മളെ പുകഴ്ത്തുന്നുണ്ടോ അതോ ശപിക്കുന്നുണ്ടോ? കാരണമല്ലാതെ ശപിക്കുന്നവരുണ്ട്. കാരണം കൂടാത്ത ശാപം ഫലിക്കുകയില്ല, ദൈവവചനമാണ്. പക്ഷേ നമ്മുടെ കൂടെ അതിനകത്ത് ഉത്തരവാദിയാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നാം ഇപ്പൊ എവിടെ തിരിഞ്ഞു നോക്കിയാലും സഹോദരങ്ങൾ തമ്മിൽ യോജിപ്പിലല്ല. പൊതുവെ വളരെ അപൂർവമാണ് സഹോദരങ്ങൾ അല്ലെങ്കിൽ സിബ്ലിങ്സ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വിവാഹം കഴിഞ്ഞു, എല്ലാവർക്കും ഒരു 2-3 കുട്ടികളും ഒക്കെ ആയി ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ എത്ര സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്. എത്ര സഹോദരന്മാർ നമ്മുടെ വീടുകളിൽ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് കൊള്ളാം, അത് നന്നായിരിക്കുന്നു എന്ത് ചെയ്യുന്നത് പറയുക, അതാണ് അസൂയപ്പെടുകയാണ്. വളരെ നല്ലവനെ കുറിച്ച് അസൂയപ്പെടും, താഴ്ന്നവനെ അവർ ഉപേക്ഷിക്കും. ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. അപ്പോ ഇവിടെ യഹൂദയോട് തന്റെ അപ്പനായ ഇസ്രായേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടി പറയാണ്, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. അപ്പൊ സഹോദരന്മാർ നമ്മെ പുകഴ്ത്തുന്ന ബ്രദേഴ്സ് ഷാൽ പ്രൈസ് യു. ആ ഒരു ഔന്നിത്യത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നാം അവരെയും അതുപോലെ കരുതുന്നവരായിരിക്കണം. നാം അവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അവരെ സ്നേഹിക്കുകയും കരുതുകയും അവരുടെ എല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യം പോലെ ഏറ്റെടുത്ത് നടന്ന സഹോദരനെയോ സഹോദരിയോ മാത്രമാണ് ആരെങ്കിലും പുകഴ്ത്താനും. പുകഴ്ത്തുക എന്ന് പറയുന്നത് കീജെ വിളിക്കുക എന്നല്ല അർത്ഥത്തിലല്ല. ദേ ആർ ഇൻ ഗുഡ് ടൈംസ്, ദേ ആർ ഹാൻഡ് ഇൻ ഹാൻഡ്, ഹാൻഡ് ആൻഡ് ഗ്ലൗ എന്നൊക്കെ പറയുന്ന പോലെ അവർ ഒത്തൊരുമയോടെ നിൽക്കും. സങ്കീർത്തനം 127 പറഞ്ഞ ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ആനന്ദകരം, എത്ര സന്തോഷകരം. അത് അഹ്റോനായ ആദ്യത്തെ മഹാപുരം അഹ്റാന്റെ തലയിൽ നിന്നും വീഴുന്ന ആ വിശിഷ്ടമായ തൈലം പോലെ അവന്റെ താടിയിലേക്കും നെഞ്ചിലേക്കും ഒഴുകുന്ന യഹോവയായ ദൈവം കൽപ്പിച്ചരുളിയ ആ എന്താ പറയാ, ആ അഭിഷേക തൈലം. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് അഭിഷേക തൈലമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളവനെ മാത്രമേ സഹോദരന്മാർ പുകഴ്ത്തുള്ളൂ. അങ്ങനെ നിങ്ങളെ പുകഴ്ത്തുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിന്നിൽ പരിശുദ്ധാത്മാവില്ല എന്നാണ്, അല്ലാണ്ട് അവന്റെ കുഴപ്പമില്ല. കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞേ? നീ ദേവാലയത്തിലേക്ക് ഒരു വഴിപാടുമായിട്ട് കടന്നു വരുന്നു എങ്കിൽ, കടന്നു വരുമ്പോൾ ദേവാലയത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ നിനക്ക് തോന്നുകയാണ് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന്. എന്റെ സഹോദരൻ എന്നോട് വഴക്കാണല്ലോ, എന്റെ സഹോദരി എന്നോട് വഴക്കാണല്ലോ, അവൻ എന്നോട് മിണ്ടുന്നില്ലെന്ന്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ മനസ്സിൽ തോന്നുകയല്ല എന്റെ ചേട്ടൻ ശരിയല്ല അല്ലെങ്കിൽ എന്റെ അനിയൻ ശരിയല്ല എന്നോ.
അല്ലെങ്കിൽ എൻ്റെ സഹോദരി ശരിയല്ല എന്ന് നിനക്ക് തോന്നുന്നല്ല, അവന്റെ മനസ്സിൽ അങ്ങനെ എങ്ങാനും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അത് വെച്ചിട്ട് നീ നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യണം? തിരികെ പോയി നിന്റെ സഹോദരനോട് നിരപ്പായിട്ട് തിരിച്ചു വരണം. എന്നാലേ നീ വഴിപാട് ഏൽപ്പിച്ചാൽ ദൈവം സ്വീകരിക്കുള്ളൂ. ഇങ്ങനെ എത്ര പേര് വഴിപാട് കഴിക്കുന്നുണ്ട്? നാം വഴിപാട് കഴിക്കും, പള്ളിക്ക് ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നവരുണ്ട്. നമുക്കറിയാം, ചില അമ്പലങ്ങളും ദേവാലയങ്ങളും ഒക്കെ സ്വർണം പൂശുന്നവരുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ദേവാലയങ്ങളും മണിമന്ദിരങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത്. കർത്താവ് ജനിച്ചത് ഒരു പുൽത്തൊഴുത്തിൽ. കർത്താവ് യേശു ക്രിസ്തു റോമൻസ് കായ്സറുടെ പാലസിൽ വന്ന് ജനിക്കാമായിരുന്നു. അല്ലെങ്കിൽ അതിലും വലിയൊരു പാലസിൽ വേണ്ട ഹെറോദാവിന്റെ വീട്ടിൽ ജനിക്കാമായിരുന്നു. പക്ഷെ അവൻ തെരഞ്ഞെടുത്തത് ഒരു പശുത്തൊഴുത്തിലെ പുൽത്തൊട്ടി. അതുപോലും അല്ല. എക്സാക്ട്ലി ജീസസ് ബോൺ നോട്ട് ഇൻ എന്താ പറയുക കാലിത്തൊഴുത്തലിമോ അല്ല. കർത്താവ് ജനിച്ചത് വേറെ എവിടെയോ കാട്ടിലാണ്, കല്ലിടാവിലാണെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം ശീലകൾ ചുറ്റി കുട്ടിയെ പുൽത്തൊട്ടിയിൽ കിടത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്. പുതുതായി ജനിച്ച ഒരു കുട്ടിയെ ഏറ്റവും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കന്നുകാലികളുടെ ചാണകവും മൂത്രവും വീണ് കിടക്കുന്ന, രോഗം സംക്രമിക്കാവുന്ന, ഉടനെ തന്നെ മരിച്ചു പോകാൻ സാധ്യതയുള്ള, ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ ഒട്ടും സ്റ്റെറിലൈസ്ഡ് അല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇന്നൊരു കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ വലിയ വേണമെങ്കിൽ ഒരാവശ്യമില്ലെങ്കിൽ പോലെ ഇൻക്യുബേറ്റർ പോലെയൊക്കെ ആക്കി കൂട്ടിലിട്ട് ഒരു ലോകത്ത് ഒരു ഈച്ചയും ഒന്നും കിടക്കാണ്ട് എന്തോരം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുമോ, എന്തോരം സാനിറ്റൈസ് ചെയ്യാൻ പറ്റുമോ. ആ മുറിയിലേക്ക് കിടക്കുന്നത് ചെരുപ്പിടാൻ പാടില്ല, ആ മുറിയിലേക്ക് വരുന്നത് ചുമയ്ക്കാൻ പാടില്ല, ആ മുറിയിൽ വരുന്നത് ജലദോഷം പാടില്ല. ഇങ്ങനെ എന്തെല്ലാം കണ്ടീഷൻസ് അന്ന് ലോകത്ത്. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് ഇതൊന്നും ഉണ്ടായില്ല, കാലിത്തൊഴുത്തി കൊണ്ടുവന്ന് കിടത്തി. ഹല്ലേലൂയ. അപ്പോ അതുപോലെയാണ് കർത്താവ് കടന്നതെങ്കിൽ നാം ചിന്തിക്കണം. നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടുവാനുള്ള ഒരു നന്മ നമുക്കോട്ടെ. സഹോദരന്മാർ നമ്മെ പുകഴ്ത്തുന്ന അവസ്ഥയിലേക്ക് വളരാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുകയാണ്, നിനക്ക് നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. ഹല്ലേലൂയ. യുവർ ഹാൻഡ് ഓൺ ദ നെക്ക് ഓഫ് യുവർ എനിമീസ്. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളുടെ കഴുത്തിലായിരിക്കും നിന്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെതിരെ വരുന്ന ഏതൊരു ശത്രുവിനെയും നീ തോൽപ്പിക്കും. ഇത് കേട്ടാൽ നമുക്ക് തോന്നും നാം ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ജനിച്ചവരാണെന്ന്. അല്ല. ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിന്റെ ശക്തിയാണ്. അതായത് പൈശാചി ശക്തിയാണ്, അന്ധകാര ശക്തിയാണ്. ഈ ലോകത്തൊരു ശക്തിയുണ്ട്, ദൈവത്തിൻ്റെതല്ലാത്ത. ആ ശക്തിയാണ് ഈ പറയുന്നത്. ആ ശക്തി നമുക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞത്, പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്നറിയുന്ന നടക്കുകയാണ്. ആരെ വിഴുങ്ങണ്ട്? എവരി ടൈം, ഓൾവേസ്, 24/7. നാം ഉറങ്ങും, നാം പ്രാർത്ഥിക്കാതിരിക്കും, നാം അലസത കൊണ്ട് കിടക്കും, ഒക്കെ ചെയ്യും. പക്ഷെ സാത്താന് വിശ്രമമില്ല, അവൻ ഉറക്കമില്ല. അവൻ 24/7 അവൻ ഓരോ നിമിഷവും ദൈവഭക്തന്മാരെ വൃതന്മാരെ തെറ്റിക്കുവാനായിട്ട് നടക്കുകയാണ്. എങ്ങനെയാണ് അവൻ ഒരാളെ തെറ്റിക്കേണ്ടതെന്ന് അറിയില്ല. അവൻ ഓരോ നിമിഷവും നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു സ്ലിപ്പ് ഓഫ് ടങ്, നമ്മുടെ ഒരു സ്ലിപ്പ് ഓഫ് ഫുഡ്, ഒരു കാലെന്ന് തെറ്റിയാൽ, നാവെന്ന് തെറ്റിയാൽ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, കശക്കി എറിയുവാൻ ദുഷ്ടൻ നടക്കുകയാണ്. അപ്പോ ആ ശത്രുവിന് നേരെ ജയം പ്രാപിക്കാൻ നാം പുതിയ നിയമ ക്രിസ്ത്യാനികൾ തയ്യാറാണ്, പുതിയ നിയമ വിശ്വാസികൾ. കർത്താവായ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച നാം ഓരോരുത്തരും നമ്മുടെ കൈ ശത്രുവിന്റെ കഴുത്തിലിരിക്കണം. പൈശാചികമായ അന്ധകാരത്തോട്, പൈശാചികമായ പോരാട്ടങ്ങളോട് നമുക്ക് പോരാടി ജയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മളിൽ പരിശുദ്ധാത്മാ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുവെങ്കിൽ നമുക്ക് ആ പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്, അതിൽ 10:19, ഞാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. We have the authority. We have the power. I give you all the authority to trample upon serpents and scorpions and all the powers of the enemy. ശത്രുവിന്റെ സകല പവറും. നിങ്ങൾ വിചാരിക്കും അതിനെതിരെ പറ്റുമോ? ഞാൻ പേരൊന്നും പറയാനുള്ള. ഇത് ചെയ്താൽ നമ്മൾ ജയിക്കുമോ? എന്റെ മക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന് പോയി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അന്ധകാര ശക്തിയുമില്ല. യേശുവിന്റെ രക്തം പറഞ്ഞാൽ ജയിച്ചു പോരാത്ത ഒരു അന്ധകാര ശക്തിയുമില്ല. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒന്നുമില്ല. കർത്താവായ യേശുവിന്റെ രക്തം, the blood of Jesus gives us all freedom. The blood of Jesus gives us all the liberty.
Blood of Jesus cleanses. Hallelujah. Blood of Jesus cleanses our all sins. Blood of Jesus gives salvation. കർത്താവായ യേശുവിന്റെ രക്തത്താൽ നമുക്ക് രക്ഷയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പാപമോചനമുണ്ട്. ഇറ്റ് ഈസ് ഇറ്റേണൽ. അത് അനന്തമാണ്, നിന്നു പോകുന്നല്ല. കർത്താവായ യേശുവിന്റെ രക്തത്വം, അതിന്റെ പവർ, ശക്തി നിന്നു പോകുന്നല്ല. അത് ജീവനുള്ള രക്തമാണ്. മനുഷ്യന്റെ രക്തം ശ്വാസം പോയി കഴിയുമ്പോൾ ചത്തുപോകും. പിന്നെ ആ സാധനം സിറിഞ്ച് വെച്ചാൽ കിട്ടത്തില്ല. കർത്താവായ യേശുവിന്റെ രക്തം അത് ഹാബേലിന്റെ പുണ്യാഗ രക്തത്തെക്കാളും ശ്രേഷ്ഠമായ രക്തമാണത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കർത്താവായ യേശുവിന്റെ രക്തം ഇന്നും എനിക്കും നിനക്കും വേണ്ടി പിതാവിന്റെ സന്നദ്ധിയിൽ മീഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ മധ്യസ്ഥ പ്രാർത്ഥന ആ രക്തത്തിന് മുമ്പാകെയാണ് നമുക്കിന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ കൈ നിന്റെ ശത്രുക്കളെ കഴുത്തിലിരിക്കും. നമ്മുടെ ശത്രുവിനെ നാം തോൽപ്പിക്കും. നമുക്ക് നമ്മുടെ ശത്രുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോകുവീൻ. സ്വന്തം വില്ലേജിൽ മാത്രം പോകാനല്ല പറഞ്ഞ്, ജെറുസലേമിൽ മാത്രമല്ല, ജെറുസലേമിലും യഹൂദിയയിലും, അത് അവിടെ സ്റ്റേറ്റാണ്, ശമരിയയിലും, അതോടെ രാജ്യം തീർന്നു, ലോകത്തിന്റെ അവസാനത്തോളം, ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ് പോകുവീൻ. എന്നിട്ട് വെറുതെ വിട്ടല്ല ഇത്. നമ്മൾ വിചാരിക്കുന്ന ആരെങ്കിലും പണ്ട് രാഷ്ട്രീയക്കാർ നമ്മളെ പറഞ്ഞു കൊടുക്കുന്ന പോലെ പോയി അറസ്റ്റ് ചെയ്തോ, അല്ല പോയി ധർണ നടത്തിക്കോ, പിക്കറ്റ് ചെയ്തോ, വണ്ടിക്കെറിഞ്ഞോ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയല്ല. ആൽ ബി വിത്ത് യു, ഞാൻ ലോകാവസാനം നിങ്ങളോട് കൂടെയിരിക്കും. യെസ്, ദൈവം വാക്ക് പറഞ്ഞാൽ വാക്കാണ്, ആ വാക്ക് മാറാത്തവനാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്കാണ് നാം അടുത്ത് പോകേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നാം വീണ്ടും വരികയാണ്, നിന്റെ സഹോദരങ്ങൾ നിന്നെ നമസ്കരിക്കും. മൂന്നാമത്തെ അനുഗ്രഹത്തിലേക്ക് വരികയാണ്. മൂന്നാമത്തെ ബ്ലസ്സിംഗ്, നിന്റെ സഹോദരങ്ങൾ നിന്നെ നമസ്കരിക്കും. ആദ്യം പറഞ്ഞ നിന്റെ സഹോദരങ്ങളെ പുകഴ്ത്തും. ഇതാ, യു ഹാവ് ദ അതോറിറ്റി ഓവർ യുവർ ബ്രദറൻ. പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്താണ്, നമ്മുടെ സഹോദരങ്ങളെയൊക്കെ നമ്മൾ ഭരിക്കും, നമ്മളിങ്ങനെ ചാട്ട കിട്ടി, അല്ലെങ്കിൽ കടിഞ്ഞാനിട്ട് നിന്നോ. ലോകത്തുള്ളവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ആ സഹോദരി സഹോദരന്മാരോട് കൂടി നാം ചെയ്യുമ്പോൾ അവർ നമ്മെ നമസ്കരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള ദൈവിക ശക്തി കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൈവിക പ്രസൻസ് കണ്ട്, നമ്മളുള്ള പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം കണ്ട് അവർ നമ്മെ അല്ല ദൈവത്തെ നമസ്കരിക്കും. ഹല്ലേലൂയ. എന്നെ കാണുന്നവൻ കർത്താവിനെ കാണണം, എന്നെ കാണുന്നവൻ യേശുവിനെ കാണണം. ഈ ആദ്യകാലത്ത് നമ്മളിപ്പോൾ കാണുന്ന ക്രിസ്ത്യാനികളൊക്കെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, എന്നോട് ആരും വിയോജിച്ചാലും ഇല്ലെങ്കിൽ. കാരണം അന്ത്യോക്യായിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേര് വന്നു. എങ്ങനെ? അവർ ക്രിസ്തുവിന്റെ അനുയായികളാണെന്ന് ജാതികൾക്ക് തോന്നി. ആർക്ക് തോന്നി? ജാതികൾക്ക് തോന്നി. നമ്മൾ തമ്മിൽ കൂടി ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഞാൻ ക്രിസ്ത്യാനിയാണ്, നീ ക്രിസ്ത്യാനിയാണ്, അച്ചാച്ചന് സ്വർഗം കിട്ടും, അച്ചായനും അമ്മാമയ്ക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് പരസ്പരം പുകഴ്ത്തല. ഈ പുകഴ്ത്തലൊന്നും കാര്യം നടക്കില്ല. പണ്ട് നമ്മുടെ കുഞ്ഞൻ നമ്പ്യാർ പാട്ട് പാടിയതുപോലെ ഇരിക്കും. കുരങ്ങച്ചന്റെ വേളിക്ക് പാട്ടുപാടാൻ, കുരങ്ങച്ചന്റെ വേളിക്ക് പാടാൻ കഴുത എത്തിപ്പോയി. എന്ത് ശബ്ദം, എന്ത് സൗന്ദര്യം എന്ന് തമ്മിൽ പുകഴ്ത്തിനാൻ. അതെ, കഴുതയുടെ ശബ്ദത്തെയും കുരങ്ങന്റെ സൗന്ദര്യത്തെയും പരസ്പരം അവർ വാഴ്ത്തി. ഇതുപോലെയാണ് നമ്മളിന്ന് കാണുന്നത്. ക്രിസ്ത്യാനികൾ പരസ്പരം കാണുന്നു, പ്രത്യേകിച്ച് വിശ്വാസികള്. ആ വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ ദൈവത്തിലാണ്, നമുക്ക് രക്ഷ കിട്ടും, അച്ചായൻ അവിടെ കാണും, അമ്മാമ ഇവിടെ കാണാം എന്നൊക്കെ പറയും. ഇതൊന്നും അല്ല ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ നാം ആണെന്ന് നമ്മളെ കണ്ട് മറ്റുള്ളവർ പറയും. അങ്ങനെയാണ് ക്രിസ്ത്യാനി എന്ന പേര് വീണത്. അന്ത്യോക്യായിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേര് വീഴാൻ കാരണം ഇവർ നസ്രായനായ യേശു എന്ന ഒരുത്തനെ കുറച്ച് നാള് മുമ്പ് യഹൂദിയയിൽ അല്ലെങ്കിൽ ജെറുസലേമിൽ വെച്ച് ക്രൂശിൽ തറച്ച് കൊന്നു. ആ നസ്രായനായ ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുന്നവരാണ്. എങ്ങനെ അറിയാം? അവരെ കർണത്തടിച്ചാൽ അവർ മറ്റോടെ കാണിച്ചു കൊടുക്കും. അവരുടെ മുഖത്ത് തുപ്പിയാൽ അവർ മിണ്ടാതെ പോകും. അവർ ശത്രുവിനെ സ്നേഹിക്കും, അവർ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കും. ശത്രുവിനെ കൊല്ലാനല്ല നാം പഠിപ്പിക്കുന്നത്, നമ്മുടെ അയൽക്കാരനെ കൊല്ലാനല്ല, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ് നമ്മുടെ പ്രമാണം. അല്ല, നമുക്ക് അനുകൂലമല്ലാത്തവനെല്ലാം കൊന്നുകളയാവുന്ന പ്രവണത നമുക്കില്ല. നമ്മുടെ വിശ്വാസിയാവട്ടെ, നമ്മുടെ വിശ്വാസം അല്ലാതാകട്ടെ, നാം അവരെല്ലാം സ്നേഹിക്കണം. അവർ നമ്മെ കണ്ടിട്ട് ഇവനിലൊരു മാറ്റമുണ്ടെന്ന് പറയണം. ഞാനും നീയും വിശ്വാസിയാണെന്ന് പറയുകയും മറ്റുള്ളവരിന്ന് ഒരു വ്യത്യാസവും കാണാനില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചേട്ടാ അല്ലെങ്കിൽ അച്ചായ നിന്നെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുക? അപ്പൊ അതുകൊണ്ട് ആ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്ന പേരിന് അർഹനമാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് നിന്റെ സഹോദരങ്ങൾ നിന്നെ നമസ്കരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെ കാണുമ്പോൾ ഇവൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറയണം.
ആ ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ നമ്മിലുള്ള പരിശുദ്ധാത്മാവിന് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമായി തീരാം. ഹല്ലേലൂയ. 4ാമത്തെ അനുഗ്രഹമാണ് ബാലസിംഹം. ബാലസിംഹം എന്ന് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞു സിംഹമാണെന്ന്. അല്ല, ഇറ്റ്സ് നോട്ട് എ കിഡ്. യങ് ലയൺ എന്നാണ് അതിന്റെ ശരിക്കും ഇംഗ്ലീഷ് വാക്ക്. യങ്ങാണ്, യൗവനത്തിലുള്ള സിംഹം. സിംഹം ആരാണ്? മൃഗരാജൻ. അപ്പോ ആ മൃഗരാജനായ സിംഹം കാട്ടിലെ രാജാവാണ്. അവന്റെ മുമ്പിൽ വനത്തിലെ ഒരു മൃഗവും നിൽക്കില്ല. നമ്മൾ അറിയാലോ, നമ്മൾ ഡിസ്കവറി ചാനലും അതീതുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം സിംഹം എങ്ങനെയാണ് ഇരപിടിക്കുന്നതെന്നും സിംഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ വേറൊരു മൃഗത്തിനും കഴിയില്ലെന്ന് നമുക്കറിയാം. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു യൂദരാജ സിംഹം നമ്മിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ ഒരു ശക്തിക്ക് നമുക്കെതിരെ നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇതൊന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെങ്കിലും ഇതൊന്ന് വിശ്വസിച്ചേ. ഈ ലോകത്ത് ഒരു ശക്തിക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാം ആ ബാലസിംഹം അല്ലെങ്കിൽ യങ് ലയൺ, റോറിംഗ് ലയൺ, നമ്മള് മറ്റേ വിഴുങ്ങാൻ നടക്കുന്ന സിംഹമല്ല. ഈ വിഴുങ്ങാൻ നടക്കുന്ന സിംഹം എന്ന വാക്യം നമ്മളൊന്നുകൊണ്ട് സൂക്ഷിച്ചു പഠിക്കണം. സിംഹം ഒരിക്കലും വിഴുങ്ങാറില്ല. അതെനിക്ക് ആർക്കെങ്കിലും അറിയോ? പല ജീവികളും വിഴുങ്ങും. പാമ്പ് വിഴുങ്ങാണ് എന്താകാരം കിട്ടിയാലും. പക്ഷെ സിംഹം അങ്ങനെയല്ല. അവൻ കടിച്ച് കീറി തിന്നുന്നവനാണ്. കടിച്ച് കീറി രക്തം വലിച്ചു കുടിക്കുന്നവനാണ് സിംഹം. അപ്പോ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ദുഷ്ടനായ പിശാച് വായിൽ പല്ലില്ലാത്ത സിംഹമാണ്. ഓക്കെ, അവൻ നമ്മെ പേടിപ്പിക്കും. അവന്റെ വായിൽ പല്ലില്ല. സർപ്പത്തിന് പല്ലില്ല. എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അവന്റെ തല തകർത്തു. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ തകർത്തു, തോൽപ്പിച്ചു. അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്റെ കർത്താവ്. ഇനി സർപ്പത്തിന്റെ വായിൽ പല്ലില്ല. ഒരിക്കൽ പോയാൽ പിന്നെ പല്ല് വരില്ല. നാം ഇത് മനസ്സിലാക്കണം. നമ്മെ കടിക്കാൻ വരുന്ന, നമ്മെ വിഴുങ്ങാൻ വരുന്ന പൈശാചിക ശക്തികൾ, ലോകത്തിന്റെ പോരാട്ടങ്ങൾ കാണുമ്പോൾ നാം ധൈര്യത്തോടെ പറയണം, നോ, യു ഡോണ്ട് ഹാവ് ടൂത്ത്. ടൂത്തില്ലാത്ത, പല്ലില്ലാത്ത സിംഹമേ, നീ വഴിമാറ്. നീ വെറുതെ സിംഹത്തിന്റെ രൂപം കൊണ്ടിട്ട് കാര്യമില്ല. നിനക്കൊരു മൃഗത്തെ കടിച്ചു കീറി തിന്നാനുള്ള പല്ലില്ല. അതെന്റെ കർത്താവ് കാൽവറി ക്രൂശിൽ തോൽപ്പിച്ചു. ഇപ്പൊ നിനക്ക് വഴി ഈ രൂപം മാത്രമേ ഉള്ളൂ. സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും പോലെ. യു ഹാവ് നോ പവർ, യു ഹാവ് നോ അതോറിറ്റി അപ്പോൺ മീ, ബിക്കോസ് ഐ ഹാവ് വോൺ അബൌട്ട് ദാറ്റ്. ഹല്ലേലൂയ. കർത്താവേ, അതുകൊണ്ട് നീ ബാലസിംഹം പോലെയാണ്. ബാലസിംഹം, യങ് ലയൺ. അതാണ് അവന്റെ അനുഗ്രഹം. നമുക്ക് ബാക്കി അനുഗ്രഹങ്ങൾ അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തുന്നു. അതിന് മുമ്പായിട്ട് എനിക്ക് ഒരു കാര്യം കൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ വചനം കേട്ടുകൊണ്ട് ആരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവിനെ വിശദമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇതിനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. ഇനിയൊരു അവസരം നമുക്ക് കിട്ടുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് നമ്മുടെ മുട്ടുകളെ മടക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാവുന്നുവെന്നും സ്വർഗം വെടിഞ്ഞ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്റെ രക്ഷയ്ക്കായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപപരിഹാരത്തിനായി നീ കാൽവറി ക്രൂശിൽ 3 നാളുകൾക്ക് നിന്ന് മരിച്ച് ഞാൻ വിശ്വസിക്കുന്നു. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത നീ പിതാവിന്റെ വലതുഭാഗത്തിരിക്കേണ്ടി മധ്യസ്ഥയായിരിക്കുന്നു. എന്നെ കൂട്ടിച്ചേർക്കാൻ ഇനി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഏറ്റു പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനർഹമായ നിമിഷമാണ്. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കർത്താവിന്റെ മകനും മകളുമായി തീരുന്നു. ഈ വചനങ്ങളാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.